ഫെബ്രുവരി 10 തിരുസഭ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ സ്കൊളാസ്റ്റിക്ക വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയായിരുന്നു. സ്കൊളാസ്റ്റിക്ക നന്നേ ചെറുപ്പത്തിലെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. സഹോദരനായ വിശുദ്ധ ബെനഡിക്റ്റ് മോണ്ടിക്കാസുനയിലേക്ക് ആശ്രമജീവിതത്തിനായി മാറിയപ്പോൾ സ്കൊളാസ്റ്റിക്ക സ്വന്തം പിതാവിനോടൊപ്പം താമസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും വളർന്നു. പിതാവിൻ്റെ മരണശേഷം സ്കൊളാസ്റ്റിക്ക മോണ്ടിക്കാസുനയ്ക്ക് സമീപം ഒരു ആശ്രമത്തിലേക്ക് താമസം മാറി. സ്കൊളാസ്റ്റിക്കയോടൊപ്പം സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ഏതാനും യുവതികളുമുണ്ടായിരുന്നു. ഇവർക്കാവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് വിശുദ്ധ ബെനഡിക്റ്റ് തന്നെയായിരുന്നു. ബെനഡിക്റ്റിൽ നിന്ന് സന്യാസ ജീവിതത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ആത്മീയ സഹോദരങ്ങൾക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ടും തൻ്റെ ആശ്രമ ജീവിതം ദൈവഹിതപ്രകാരം അവൾ മുന്നോട്ട് നയിച്ചു. ദൈവിക രഹസ്യങ്ങളെ ആഴത്തിൽ അടുത്തറിയാൻ ആഗ്രഹിച്ച അവൾ സ്വസഹോദരനുമായ ബെനഡിക്റ്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആത്മീയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിരുന്നു ഈ കൂടിക്കാഴ്ച അവൾ ഉപയോഗിച്ചിരുന്നത്. വർഷം തോറും നടന്നിരുന്ന ഈ കൂടിക്കാഴ്ച വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആശ്രമത്തിന് സമീപമുള്ള ഒരു ചെറിയ ഭവനത്തിൽ വച്ചായിരുന്നു നടന്നിരുന്നത്. ആശ്രമത്തിൽ വച്ച് കൂടിക്കാഴ്ച നടത്താൻ ആശ്രമ നിയമം അനുവദിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഒരിക്കൽ മടങ്ങിപ്പോകാനൊരുങ്ങിയ വിശുദ്ധ ബെനഡിക്റ്റിനെ സഹോദരി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നിവിടെ താമസിച്ച് പ്രാർത്ഥനയിലും പങ്കുവയ്ക്കലുമായിരിക്കാമെന്ന്. എന്നാൽ വിശുദ്ധ ബെനഡിക്റ്റ് അതിന് തയ്യാറായില്ല. കാരണം അത് തനിക്ക് ദൈവം നൽകിയ ആശ്രമ നിയമത്തിന് എതിരായിരുന്നു. സഹോദരൻ തൻ്റെ ആവശ്യം നിരാകരിച്ചത് കണ്ട സ്കൊളാസ്റ്റിക്ക കൈകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഉടനെ അതിശക്തമായ കാറ്റും മഴയും തുടങ്ങി. വിശുദ്ധ ബെനഡിക്റ്റിനും സഹോദരങ്ങൾക്കും മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായിരുന്നു മഴയും കാറ്റും. തെല്ല് പരിഭ്രമത്തോടെ ബെനഡിക്റ്റ് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? സ്കൊളാസ്റ്റിക്കയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാനൊരു കാര്യം എൻ്റെ സഹോദരനോട് ചോദിച്ചു, പക്ഷേ ലഭിച്ചില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, എനിക്കത് ലഭിച്ചു എന്നായിരുന്നു. സ്കൊളാസ്റ്റിക്കയുടെ വിശ്വാസവും ദൈവവുമായുള്ള ആഴമായ ബന്ധവും വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ സംഭവം. എന്നാൽ ഒരു അത്ഭുതമെന്നതിലുപരിയായിരുന്നു ഈ സംഭവം. കാരണം തൻ്റെ ഈ ലോക ജീവിതം തീരാറായി എന്നും ഇനി സഹോദരനുമായി ഇല്ല എന്നും വിശുദ്ധ അറിഞ്ഞിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. 3 ദിവസങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയിലിരിക്കവേ വിശുദ്ധ ബെനഡിക്റ്റ് ഒരു സ്വർഗീയ ദർശനത്തിൽ സ്വസഹോദരിയുടെ ആത്മാവ് ഒരു പ്രാവിനെപ്പോലെ സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് കണ്ടു. സ്കൊളാസ്റ്റിക്കയുടെ ശരീരം തനിക്കായി ഒരുക്കി കല്ലറയടക്കുവാൻ വിശുദ്ധ ബെനഡിക്റ്റ് ആവശ്യപ്പെട്ടു. 543 വിശുദ്ധ സ്കൊളാസ്റ്റിക്ക മരിച്ചത്.